നമസ്കാരം. ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നോക്കുന്നതിന് മുൻപ് നിലവിലുള്ള MP നമ്മുടെ അടൂർ പ്രകാശിൻ്റെ 2019-2024 കാലഘട്ടത്തിലെ ലോക്സഭയിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അത് കഴിഞ്ഞ് കാര്യങ്ങൾ നോക്കുന്നതാകും നല്ലത്. ഈ ആദ്യം ഏത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര നാൾ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും കുട്ടിയുടെ ക്ലാസ്സിലെ ഒരു പഠന നിലവാരമൊക്കെ അളക്കുന്നത്. എന്നാൽ മുഴുവൻ സമയം ക്ലാസ്സിലൊക്കെ ഇരുന്നാലും ശരി, പെർഫോമൻസ് ഇല്ല എങ്കിൽ ഒരു കാര്യമില്ല തന്നെ. എന്നാലും നോക്കാതിരിക്കാനും പറ്റില്ല. 82% നമ്മുടെ അടൂർ പ്രകാശിൻ്റെ ലോക്സഭയിലെ ഹാജർ നില. വലിയ കുഴപ്പമില്ല എന്ന് തൽക്കാലം കരുതാം. ആകെ പങ്കെടുത്ത സംവാദങ്ങൾ 66 എണ്ണമാണ്. ചോദ്യങ്ങൾ വലിയ കുഴപ്പമില്ല, 388 ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. സ്വകാര്യ ബില്ലുകൾ ഒന്നും തന്നെ അടൂർ പ്രകാശ് അവതരിപ്പിച്ചിട്ടില്ല. 9 ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ചട്ടം 377 പ്രകാരമുള്ള 22, 193 പ്രകാരമുള്ളത് ഒന്നുമില്ല, 0 മാത്രം. വലിയ കുഴപ്പമില്ലാത്തത് എന്ന് ഒറ്റ നോട്ടത്തിൽ കരുതാവുന്നതാണ്. എന്നാലും പോരാ. പക്ഷേ നമ്മുടെ പ്രസിഡന്റിനേക്കാൾ കേമം എന്ന് തന്നെ കരുതാം. ഇനി ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം നമുക്കൊന്ന് നോക്കാം. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട് കിടക്കുന്ന വിശാലമായ ഒരു മണ്ഡലമാണിത്. പരിശോധിച്ചാൽ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. 1952 മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഈ ആറ്റിങ്ങൽ മണ്ഡലം കൂടുതലും ചുവന്നു തന്നെയാണ് കിടന്നിട്ടുള്ളത്. വയലാർ രവിയും A.A. റഹീമും തലേക്കുന്നിൽ ബഷീറും ഒഴിച്ചു നിർത്തിയാൽ കൂടുതലും ചുവപ്പ് തന്നെയാണ് ഒരു മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം കാണിച്ചു തരുന്നത്. ആറ്റിങ്ങൽ എന്ന് കേട്ടാൽ ഉടനെ തന്നെ വരുന്ന 2 പേരുകളായിരിക്കും വർക്കല രാധാകൃഷ്ണനും A. സമ്പത്തും. വർക്കല രാധാകൃഷ്ണനും സമ്പത്തും 3 തവണ വീതം ലോക്സഭയിലേക്ക് വണ്ടി കയറിയപ്പോൾ സുശീല ഗോപാലൻ ഒരു തവണയാണ് ഇടതുപക്ഷത്തിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തിയത്. അങ്ങനെയുള്ള സ്ഥലത്താണ് അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ വന്നിട്ട് സമ്പത്തിനെ വീട്ടിലിരുത്തി അധികാരം നേടിയത്. അതും 38,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്. 11% വോട്ടിൻ്റെ കുറവാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായത്. അതൊക്കെയും രാഹുൽജി നടത്തിയ കടൽച്ചാട്ടത്തിൻ്റെയും വയനാടൻ ചുരം കയറിയതിൻ്റെയും ഒക്കെ ഫലമാണെന്നാണ് അസൂയാലുക്കളായ ഇവിടുത്തെ ഇടതുപക്ഷക്കാർ പറഞ്ഞു നടക്കുന്നത്. അതിനു മുമ്പുള്ള തിരഞ്ഞെടുപ്പിൽ പക്ഷേ സമ്പത്തിന് വലിയ തോതിലുള്ള ഒരു വിജയമുണ്ടായി എന്ന് പറയാനും കഴിയില്ല. അവിടെയും BJPക്ക് ഒരു വലിയ തോതിലുള്ള വളർച്ചയുണ്ടായി എന്ന് എത്ര ഒളിപ്പിച്ചു വെച്ചാലും നമുക്ക് പറയേണ്ടി വരും. കാര്യം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ BJPക്ക് 14%-ലധികം വോട്ടിൻ്റെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തവണ വോട്ട് ശതമാനം കൂട്ടാനും വിജയിക്കാനുമുള്ള സാധ്യത BJP ആറ്റിങ്ങലിൽ കണക്ക് കൂട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമായി ആറ്റിങ്ങൽ മാറിയതെന്ന് ചോദിച്ചാൽ അതിന് കുറച്ചു കാലത്തെ പഴക്കമുണ്ട്. 1957 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അതായത് കേരളം രൂപം കൊണ്ടതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. അന്ന് CPIയുടെ MK കുമാരനായിരുന്നു ലോക്സഭയിലേക്ക് ആദ്യം കയറിക്കൂടിയത്. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിൻ്റെ മാധവനെയാണ് 90,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചത്. തുടർന്ന് വീണ്ടും ഷാഹുൽ ഹമീദിനെ തോൽപ്പിച്ച് MK കുമാരൻ വീണ്ടും ജനകീയനായി മാറി. പക്ഷേ ഭൂരിപക്ഷത്തിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിരുന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഭജനത്തിന് ശേഷം മണ്ഡലം CPM ഏറ്റെടുക്കുകയായിരുന്നു. തുടർന്ന് K. അനിരുദ്ധൻ CPM ടിക്കറ്റിൽ മത്സരിച്ചപ്പോഴും മണ്ഡലം ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ ചേർന്ന് നിന്നു. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ തേരോട്ടത്തിന് അല്ലെങ്കിൽ കോട്ട തകർത്തുകൊണ്ട് തുടർന്ന് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ വയലാർ രവിയായിരുന്നു മണ്ഡലം പിടിച്ചത്. പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിൻ്റെ I ഗ്രൂപ്പിന് തന്നെയായിരുന്നു മേൽക്കൈ. 2 തവണ തലേക്കുന്നിൽ ബഷീറിനോട് മത്സരിച്ച് സുശീല ഗോപാലൻ 2ാം തവണയും മത്സരിച്ച് തലേക്കുന്നിൽ ബഷീറിനെ തന്നെ പരാജയപ്പെടുത്തി മണ്ഡലം CPMലേക്ക് വീണ്ടും അടുപ്പിച്ചു. വെറും 1000-ലധികം വോട്ടുകൾക്ക് മാത്രമാണ് അക്കുറി സുശീല ഗോപാലിന് ജയിക്കാൻ കഴിഞ്ഞത്. പിന്നീട് അങ്ങോട്ട് ഇടതുപക്ഷം ചുവടുറപ്പിച്ച് തന്നെ നിന്നു. സമ്പത്തും വർക്കല രാധാകൃഷ്ണനും ആറ്റിങ്ങലിൻ്റെ മുഖമായി മാറിക്കഴിഞ്ഞിരുന്നു. 2019 മാത്രമാണ് അടൂർ പ്രകാശ് ഇടതുകോട്ട തകർത്തുകൊണ്ട് വീണ്ടും കോൺഗ്രസിലേക്ക് മണ്ഡലത്തെ അടുപ്പിച്ചത്. 1989 മുതൽ തന്നെ BJP മണ്ഡലത്തിൽ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയെങ്കിലും വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യത തെളിഞ്ഞത് ശോഭാ സുരേന്ദ്രൻ്റെ വരവോടുകൂടിയായിരുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായിരുന്ന വർധന വെറും 3% വോട്ട് മാത്രമായിരുന്നു എങ്കിൽ അത് 2019 കുത്തനെ ഉയർത്തുവാനും ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു.
ഇക്കുറി പക്ഷേ കടുത്ത മത്സരത്തിനാണ് ആറ്റിങ്ങലിൽ കളമൊരുങ്ങുന്നത്. വർക്കലക്കാരുടെ സ്വന്തം നേതാവ് എന്ന നിലയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും വളർന്നു വന്ന വി ജോയിയാണ് ഇത്തവണ ഇടതുപക്ഷത്തിനു വേണ്ടി മത്സര രംഗത്തുള്ളത്. വർക്കലയിൽ നിന്നുള്ള MLA കൂടി ആയതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യവും വോട്ടാക്കി മാറ്റാമെന്ന് ഇടതുപക്ഷം കരുതുന്നു. എന്താ പറയുക, അത് മാത്രമല്ല, കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യ ഒട്ടുക്ക് കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ മൂല്യശോഷണവും ഇക്കുറി രാഹുൽ ഗാന്ധി തരംഗം വലുതായി വീശാത്തതുകൊണ്ടും അതിൻ്റെ ഒരു ആശ്വാസവും CPM-ന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ സമ്പത്തിന് ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ള അത്രയും ജനപ്രീതി ഇല്ലെങ്കിലും ആറ്റിങ്ങലിലുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷം വിജയിച്ചിരിക്കുന്നത് കൊണ്ടും ഇക്കുറി മണ്ഡലം തിരിച്ചു പിടിക്കാം എന്നാണ് വി ജോയി കരുതുന്നത്. അതേസമയം കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ വേണ്ടിയാണ് അടൂർ പ്രകാശ് മത്സര രംഗത്തുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും പെൻഷൻ റേഷൻ വിതരണ രംഗത്തുണ്ടായ പാളിച്ചകളും കടബാധ്യതകളും ഒക്കെ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടുള്ള പ്രചാരണ തന്ത്രമാണ് UDF പയറ്റുന്നത്. നമ്മൾ നോക്കി, ഇതിനിടയിലാണ് അരുവിക്കരയിൽ നിന്നുള്ള ഒരു പാലോട് രവിയുടെ നോമിനിയായിരുന്ന മുണ്ടേല മോഹന്റെ പേരിൽ പ്രചരിക്കുന്ന ഒരു ശബ്ദ സന്ദേശം അടുത്തിടെ ഒരു വാർത്താമാധ്യമം പുറത്തുവിട്ടിരുന്നു. അത് പ്രകാരം അടൂർ പ്രകാശിനെ ആറ്റിങ്ങലിൽ തകർക്കണമെന്നും പകരം വി മുരളീധരന് വേണ്ടി വോട്ട് മറിക്കണമെന്നും ഒരു പ്രവർത്തകനോട് ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തായിരിക്കുന്നത്. കോൺഗ്രസിന്റെ തിരുവനന്തപുരം DCCയിലെ ഉൾപാർട്ടി പോരിലേക്കാണ് ഈ ശബ്ദ സന്ദേശം നമുക്ക് ശരിക്കും വിരൽ ചൂണ്ടുന്നത്. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരട്ടെ എന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഇത് രണ്ടു കൂട്ടർക്കും ഭീഷണി ഉയർത്തുന്നതാണ്. കോൺഗ്രസിൽ ഉൾപാർട്ടി പോര് മുമ്പെങ്ങുമില്ലാത്ത വിധം കടുത്തു നിൽക്കുന്ന സാഹചര്യമാണല്ലോ ഇപ്പം നിലവിലുള്ളത്. ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ പാർട്ടിയുടെ മുഖച്ഛായ തന്നെ ഇല്ലാതാക്കുന്നതാണെന്നും വിമർശനം ഉയരുന്നു. ഇതിനിടയിൽ ശോഭാ സുരേന്ദ്രന്റെ മുന്നേറ്റത്തിന് ശേഷം ആറ്റിങ്ങലിൽ തന്നെ നേരിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് വി മുരളീധരൻ തന്റെ സീറ്റ് ഉറപ്പിച്ചെടുത്തത്. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഭവന സന്ദർശനങ്ങളും ക്രിസ്മസ് ആഘോഷങ്ങളുമായി ക്രിസ്തീയ വിശ്വാസികൾക്കിടയിൽ എത്താൻ വി മുരളീധരന് കഴിഞ്ഞിരുന്നു. ശോഭാ സുരേന്ദ്രനേക്കാൾ ഒരു പടി കൂടി മുന്നിലെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹത്തിനുണ്ട്. അത് മാത്രമല്ല, കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തന്നെ വീണ്ടും വിജയിച്ചാൽ ആറ്റിങ്ങലിന് ഒരു മന്ത്രിയെ കൂടിയാണ് BJP വാഗ്ദാനം ചെയ്യുന്നത്. സാമുദായിക സമവാക്യങ്ങൾ കൂടി രാഷ്ട്രീയത്തിനൊപ്പം എത്തിയാൽ ആറ്റിങ്ങലിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും മുരളീധരനുണ്ട്. അതുമാത്രമല്ല, മുണ്ടേല മോഹൻ അടക്കമുള്ളവർ വോട്ട് മറിക്കാനുള്ള സാധ്യത കൂടി തെളിയുമ്പോൾ മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്ന് BJP കണക്കുകൂട്ടുന്നു. എന്തായിരുന്നാലും ത്രികോണ മത്സരത്തിന്റെ സാധ്യതയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തെളിയുന്നത്. സാമുദായിക വോട്ടുകൾക്കും ഈ മണ്ഡലത്തിലേറെ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ മത്സരത്തിന്റെ ചരിത്രം വെളിവാക്കുന്നതും അതുതന്നെയാണ്. മൂന്ന് മുന്നണികൾക്കും ഏറെ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഉറപ്പ്.